എന്റെ കയ്യിൽ ലിക്വിഡ് മണി ഉള്ളതുകൊണ്ട് മാത്രം എൻജോയ് ചെയ്തൊരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോള് കരഞ്ഞ് പണ്ടാരടങ്ങിയേനെ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഷാർജ ഡെസേർട്ട് പാർക്കിലേക്കാണ് കേട്ടോ. പേര് പോലെ തന്നെ മരുഭൂമിക്ക് നടുവിൽ വിശാലമായ ഒരു പാർക്ക്. നമുക്കപ്പോൾ പാർക്കിന്റെ ഓരോ വിശേഷങ്ങളിലേക്ക് പോകാം. ഇവിടെ മുതിർന്നവർക്ക് 20 ദിറംസാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്, കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ്. അപ്പോൾ 20 ദിറംസിന് നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഡെസേർട്ട് പാർക്കിലേക്ക് ഫാമിലി ആയിട്ട് പോകുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ടിക്കറ്റ് റേറ്റ് നിങ്ങൾ കയ്യിൽ കരുതണം, കാരണം ഇവിടെ കാർഡ് അക്സെപ്റ്റബിൾ അല്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ 8ന്റെ പണിയുടെ കാര്യം. കയ്യിൽ പൈസ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിയത് വെറുതെ ആകുമായിരുന്നു. നമ്മൾ ആദ്യം പോയത് മെയിൻ ഗേറ്റിന് തൊട്ടടുത്തുള്ള ദ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡനകത്തേക്കാണ്. വെയിൽ തണുത്തിട്ട് പോകാന്ന് ഹസ്ബൻഡിന്റെ വാക്ക് കേട്ടത് അപ്പത്തായിന്ന് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ഓരോന്നും ജസ്റ്റ് പാസ് ചെയ്ത് കണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല ഇവിടത്തേക്ക് വരേണ്ടത്, ഓരോന്നും അതിൻ്റെതായ ഗൗരവത്തിൽ വായിച്ച് മനസ്സിലാക്കി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഞാൻ ഈ കാണിക്കുന്ന കല്ലുകളൊക്കെ എത്ര വർഷം പഴക്കമുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഭൂമിയുടെ ഉൾവശം കണ്ടിട്ടുണ്ടോ? ലൈവായിട്ട് നമുക്ക് കാണാം. ഭൂമിയുടെ ജനനവും സസ്യങ്ങളുടെ ഉദ്ഭവവും എല്ലാം ഇവിടെ അവർ ലൈവായിട്ട് നമുക്ക് അടിപൊളി സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയോ കാലം പഴക്കമുള്ള ഓരോ കല്ലുകളും ഫോസിലുകളും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നിട്ടെ. എനിക്ക് ഭയങ്കര അതിശയമാണ്, കാരണം ഈ കാണുന്ന ഓരോന്നിനും ഓരോ കാലത്തെ കഥകളായിരിക്കും പറയാനുണ്ടാവുക. അതുപോലെ തന്നെ കുറേ ജീവികളെ എംബാം ചെയ്ത് വെച്ചതാണോ അതോ അവരുടെ മെഴുകുപ്രതിമയാണോ എന്താണെന്ന് പോലും അറിയില്ല. അത്രയും കൺഫ്യൂസ്ഡ് ആണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ പത്മാവതി ടീച്ചർ പഠിപ്പിച്ച ഓർമ്മയുണ്ട്, ഓരോ കല്ലിലും മരത്തിലും ഓരോ ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തി, അത് കണ്ടെത്തി, ഇത് കണ്ടെത്തി എന്നൊക്കെ. ഇതിപ്പോ ലൈവായിട്ട് കണ്ടു. ഇപ്പോഴാണ് ഒരു സമാധാനമായത്, പഠിച്ചൊന്നും വെറുതെ ആയില്ല. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഡൈനോസറുകൾ. ഭൂമിയിൽ ഈ ഡൈനോസർ ഭയങ്കര കച്ചറാന്ന് കേട്ടത്. അപ്പോഴാണ് ഈ പറക്കുന്ന ഡൈനോസറുകൾ. എന്റെ അമ്മേ, ഇതൊക്കെ എന്ത് ദ്രോഹമായിരിക്കുമല്ലോ അപ്പൊ ചെയ്തിട്ടുണ്ടാലും. ഭാഗ്യം ഞാൻ ആ സമയത്ത് ജനിക്കാത്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഡൈനോസറിന്റെ കാൽമുട്ട് മുതൽ കാൽപാദം വരെയുള്ള ഒരു ബോണാട്ടോ. ഒറ്റ ബോണാണ് ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്റെ ഹൈറ്റ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. എന്റെ ദൈവം, ഇതിന്റെ ഒരു ചവിട്ടിന് ഞാൻ ഉണ്ടാവില്ല. ഡൈനോസറിന്റെ ബോണൊന്നും ഇങ്ങനെ ഒറിജിനൽ ആയിട്ട് കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. പിന്നെ വരുന്നത് നീല തിമിംഗലത്തിന്റെ മുഖത്തിന്റെ ഭാഗമാണ്. ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ നമുക്ക് ഫീൽ ആകുന്നത് കടലിനടിയിലൂടെ പോകുന്ന പോലെ കേട്ടോ. ഒത്തിരി മീനുകളൊക്കെ അവർ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടുത്തെ സൗണ്ട് സിസ്റ്റം ഒക്കെ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയാട്ടോ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുന്നത്. ഇനി പോകുന്നത് ചിത്രശലഭങ്ങളുടെ ലോകത്തേക്കാട്ടോ. ഓരോ ചിത്രശലഭത്തിന് എന്തൊക്കെ വലിയ പേരുകളാ. ഇനി ഇവിടെ നമ്മൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി കുറെ പസിൽസ് ഒക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ പസിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് തന്നെ റെസ്റ്റ് റൂമും അതുപോലെ തന്നെ വാഷ് റൂമും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പതുക്കെ പതുക്കെ നടന്നിട്ട് പോയാൽ മതി, ഒരു തിരക്കില്ല. ഇവിടെ വെച്ചിട്ടുള്ള ഓരോ പസിലുകളും പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ഇവിടെ. കാരണം ഓരോ ഫ്യൂവൽസിൽ ഏതാണ് ഇമ്പോർട്ടന്റ്, ഏതിനാണ് കൂടുതൽ പവർ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ വിത്തുകളുടെ സ്മെല്ല് നമുക്ക് സ്മെല്ല് ചെയ്തുകൊണ്ട് തന്നെ ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് മക്കളെ മരുഭൂമിയിലെ പച്ചപ്പ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ദുബായ് ഗവൺമെന്റിന് അസാധ്യം എന്ന് തോന്നുന്ന ഒരു കാര്യവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ട് അല്ലെങ്കിൽ ലിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് അത് ലിഫ്റ്റ് യൂസ് ചെയ്യാം. നമ്മൾ ലിഫ്റ്റാണ് യൂസ് ചെയ്ത്, കാരണം നമുക്ക് പ്രായമായവരാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റ് യൂസ് ചെയ്ത് അതിന്റെ മുകളിൽ കയറിയിട്ടാണ് ശരിക്കും അതിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസ് കാണുമ്പോഴും എന്റെ കഴിവുകൾ മാക്സിമം പുറത്തെടുത്ത് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ഇത് മാക്സിമം എൻജോയ് ചെയ്യാം. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും 2 more റൂംസ് നിങ്ങളെ കാണിക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.